നിവിനീസ് ബാക്ക് ടേം എപ്പോഴെങ്കിലും ഭയങ്കര പ്രഷറായിട്ടുണ്ടോ? അങ്ങനെ പ്രഷർ പരിപാടിയൊന്നുമില്ല, അത് കുറേ നാളായിട്ട് ഈ ബാക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രഷർ വിഷയങ്ങളൊന്നുമില്ല. നിവിനൊരിക്കലും സിനിമയുടെ ഇപ്പോൾ ഒരു ദൈവം ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ സിനിമയ്ക്ക് മറ്റു സിനിമകൾ ചെയ്യുന്ന പോലെ തന്നെ സമയമെടുത്ത് കഥ കേട്ട് തീരുമാനം എടുത്ത് അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമയും. പക്ഷേ നമ്മുടെ ജഡ്ജ്മെന്റ് എപ്പോഴും ശരിയാകത്തില്ലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ശരിയോ വേണോ പക്ഷെ വിനീത് നീ എന്നെ വിശ്വസിച്ച് നീ വാ, ബാക്കി ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞു. വിനീതായതുകൊണ്ട് മാത്രമാണ് ഞാനത് പടം ചെയ്തത്. വേറെ ആര് വന്ന് പറഞ്ഞാലും എത്ര വലിയ ആൾ വന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യൂല, ഓൺലി ബിക്കോസ് ഓഫ് ഹിം. ഇപ്പോൾ നിവിൻ്റെ ഒരു അവാർഡ് ടൈപ്പ് സിനിമകൾ 1-2 എണ്ണം കമ്മിറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് എന്നെ ബാധിക്കും. കാരണം അത് നിവിൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ഇപ്പോൾ ഇവന് അറിയത്തില്ല. സിനിമാക്കാരുടെ ഇടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ടേമുകളുണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നില്ല. ഇതൊന്നും നോർമൽ ഓഡിയൻസിന്, നമ്മുടെ നോർമൽ ഓഡിയൻസിന് ഇതൊന്നും പ്രശ്നമേ അല്ല. തലേദിവസം രാത്രിയിൽ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ്, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ പറയുവാണ്. ഞാൻ പറയാം, അങ്ങനെയാണോ ഒരു സിനിമയിൽ അവനും ഇത്രയും പടങ്ങൾ ചെയ്ത ഒരു റൈറ്റർ അല്ലേ? ഈ സിനിമ ഇതിപ്പോൾ ഇന്ന് മെയ് 1 ഇറങ്ങാൻ പോവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാമല്ലോ. ഇപ്പം ലിസ്റ്റിന് അവൈലബിൾ ആണ്, ലിസ്റ്റിനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ലിസ്റ്റിനായിട്ട് സംസാരിക്കാം. എനിക്ക് പക്ഷേ നീ ഭാഷ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, അതിൽ പറയുന്നതാണ്. അത് താമസം എടുക്കും. അതും കുറെ നാൾ മുമ്പ് തുടങ്ങിയതാണ്. ഇന്ത്യക്ക് പോയി ഒത്തിരി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളതാണ്, പക്ഷെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ ഇത് നടക്കുന്നത്. ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. നിവിൻ പോളി, ഡിജോ ജോസ് ആൻ്റണി, ലിസ്റ്റിൻ സ്റ്റീഫൻ 3 പേരുമാണ് മലയാളി ഫ്രം ഇന്ത്യ. നമ്മൾ പടം റിലീസ് ചെയ്ത് ഒരു ദിവസത്തിനപ്പുറമാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഡേ റിവ്യൂസ്, തിയേറ്റർ വിസിറ്റ്, റൈറ്റപ്സ്, സോഷ്യൽ മീഡിയയിൽ അല്ലാത്തൊക്കെ റൈറ്റപ്സ് കണ്ടിട്ട് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഒരു ദിവസത്തിനകം എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഹാപ്പി, വളരെ സന്തോഷം. കാര്യം ഇന്നലെ രാത്രി ഞാൻ എല്ലാം തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞ കവിതയിലാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഭയങ്കര ഹാപ്പി. രാവിലെ വനിതയിലും ഏറ്റവും അവസാനം കവിതയിലും. അങ്ങനെ കവിതയിൽ കണ്ട് ഹാപ്പി ആയിട്ട് പ്രേക്ഷകർ നമുക്ക് നല്ല റെസ്പോൺസും പരിപാടി കണ്ട് ഹാപ്പിയാണ്. ഇത്രയും ഷോസ്, എക്സ്ട്രാ ഷോസ് കയറി, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാപ്പിയാണ്. ഇനി പ്രൊമോഷനോട്ട് നമുക്ക് അറിയാം. പ്രീ റിലീസ് പ്രൊമോഷൻ നടക്കാൻ പറ്റിയില്ല. കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തിരക്കായിരുന്നു. നമ്മൾ റിലീസിൻ്റെ അടുപ്പിച്ച് ഷൂട്ടിൽ നിന്ന് നിവിൻ എത്താനും ധ്യാനം കിട്ടിയില്ല. ഞാൻ ഇത് ഇപ്പം പോലും കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഷൂട്ടും പരിപാടിയും പ്ലാനൊക്കെ ആയി. അതുകൊണ്ട് പ്രസ് മീറ്റ് വെച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു മെയ് 1 ബുധനാഴ്ച റിലീസ് ചെയ്യുകയാണെന്നുള്ളത് വ്യക്തമാക്കി. അപ്പോൾ നെക്സ്റ്റ് നിവിൻ ചേട്ടൻ എങ്ങനെയായിരിക്കും തിയേറ്റർ റെസ്പോൺസ് ഡയറക്റ്റായി കിട്ടിയിരുന്നു? തിയേറ്ററിൽ നിന്ന് ആൾക്കാർ വിളിച്ചിരുന്നു, പടം കണ്ടിട്ടൊക്കെ വിളിച്ച് ഹാപ്പി ചെയ്താണ്. ടൈറ്റിൽ പോലെ ഒരു മലയാളിയുടെ യാത്രയാണല്ലോ. ഒരു നാട്ടിൻപുറത്ത് നിന്ന് അയാളൊരു പ്രതീക്ഷിക്കാത്തൊരു യാത്ര തുടർന്ന് ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോയി ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും കണക്റ്റായി. അതിൻ്റെ അകത്ത് പറയുന്ന രാഷ്ട്രീയമാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ചെറിയ ഹ്യൂമർ ആണെങ്കിലും ബേസിക്കലി ഇതിൻ്റെ ഇമോഷനാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ്, ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇമോഷണലി വർക്കായി എന്ന് പറയുന്നുണ്ട്. സിനിമ തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞോടുമ്പോൾ സന്തോഷം. ഈ നിങ്ങളുടെ ടീമിൽ നിന്ന് ഞാൻ പല ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കംറാഡറി വർക്ക് ചെയ്യുന്നുണ്ട്. പലർക്കും നേരിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം, അങ്ങനത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് പോലും അങ്ങനത്തെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയം ആവട്ടെ ലൗഡാണ്, ഉറപ്പായിട്ടും ലൗഡാണ്. ഇതിലൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴെങ്കിലും ആക്ടർ ആവട്ടെ, പ്രൊഡ്യൂസർ ആവട്ടെ, മേക്കേഴ്സ് ആവട്ടെ വന്നിരുന്നോ? ഇത്രയും ലൗഡ് ആവണോ, അതോ കുറച്ചുകൂടെ നമുക്ക് ഡൗൺ ആയിട്ട് സട്ടിലായിട്ട് പിടിക്കണോ എന്നുള്ള രീതിയിൽ? പക്ഷേ ആക്ച്വലി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ആണല്ലോ, സ്ക്രിപ്റ്റ് വായിച്ച് ആസ് എ ടീം നമ്മൾ ഇരുന്ന് വായിച്ച് അവിടെ നമുക്ക് കിട്ടുന്ന കറക്ഷൻസ് നമ്മൾ വരുത്തിയേ പോകുന്നു. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ വായിച്ച് വിടുമ്പോൾ ഇതേപോലെ തന്നെയല്ലേ ഡയലോഗ്സ് പറയും, സെയിം മീറ്ററിങ്ങിലല്ലേ പോകും. അപ്പോൾ അത് എത്രത്തോളം ലൗഡാണെന്നുള്ളത് ഒബ്വിയസ്ലി നമ്മളിരിക്കുന്ന ടീമിന് കിട്ടും. അപ്പോൾ എല്ലാവരും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ. ആസ് എ ടീം ഡിസ്കഷൻ അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും വെക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഈ ലൗഡ് സട്ടിൽ മീറ്ററിങ്, ഇപ്പോൾ സട്ടിലായിട്ട് ഇപ്പോൾ ഗോപിയുടെ ക്യാരക്ടർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെക്കൻഡ് ഹാഫിൽ ഏറെക്കുറെ അവനൊരു ഇമോഷൻ ഹോൾഡ് ചെയ്താൽ പോകും. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഒരു സട്ടിൽ മീറ്ററാണ് പോയിരിക്കുന്നത്. അതല്ലാതെ
ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞിരിക്കുന്ന ചില ഏരിയ, ഇപ്പോൾ തെയ്യമാണെങ്കിലും അല്ലെങ്കിൽ ഷൈൻ ടോമിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്, അവിടെ ഒരു പെർട്ടിക്കുലർ ലൗഡ് ഏരിയാസ് ആണ്. അവിടെ നമുക്ക് സറ്റിലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടാണ്. ബേസിക്കലി അത് ലൗഡായിട്ട് ജസ്റ്റ് വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ അവിടെ ലൗഡായിട്ട് വന്നാലേ അത് നിൽക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ രീതി. അല്ലാതെ നമ്മളവിടെ സറ്റിലായി കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ ഗ്രാഫ് അല്ല. അപ്പോൾ ഈ സിനിമയുടെ ബേസിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇപ്പോൾ ചില ഒരു ഏരിയയിൽ വരുമ്പോൾ അപ്സ് വരും. ഇപ്പോൾ നമ്മൾ ജനഗണമനെ കാണുമ്പോൾ ത്രൂ ഔട്ട് ഒരു ഫയറിലാണ് പോകുന്നത്. പക്ഷേ ഇത് സിനിമ അങ്ങനെയല്ല. ഇതെന്താ ഒരാളുടെ യാത്രയാണ്, ഒരു മലയാളിയുടെ സാധാരണ ഒരു യാത്രയാണ്. അപ്പോൾ അയാളുടെ ട്രാൻസ്ഫോർമേഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞൊരു ടെമ്പോ കീപ്പ് ചെയ്യണം വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. അതാണ് ഈ സിനിമ. ഇപ്പോൾ ഡിജോന്റെ മുന്നത്തെ 2 സിനിമകൾ, ഇപ്പോൾ ക്വീൻ ആയാലും ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു, വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ജനഗണമനയായാലും ഒരു ടീസർ, അതിലുള്ള വിഷ്വൽസ് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. മലയാളി ഫ്രം ഇന്ത്യയിലും ഈ പ്രൊമോ ടീസറിലുള്ള പല വിഷ്വൽസും സിനിമയിലില്ല. 3 സിനിമകളും ഏറെക്കുറെ ഉണ്ട്. ഞാൻ പറയുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസ്, ആന കയറുന്നൊരു സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആന എടയുമ്പോ അത് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, അത് സൂപ്പർ ഹീറോ നമ്മള് പർപ്പസ്ഫുള്ളി ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്ത. ഞാൻ ചോദിക്കുന്നത് ഇത്തരം സീക്വൻസ്, ഇത് വലിയ ഇത്തരം സീക്വൻസിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ടാവുന്ന ഇത്തരം സീക്വൻസ് അല്ലേ, എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടേക്ക് എടുക്കാൻ കാരണം? അല്ല, കാര്യം അന്ന് പ്രോമോ ചെയ്തത് ഇപ്പൊ മലയാളി ആന്തം പടത്തിലില്ല. അത് പക്ഷെ ഇതേപോലെ 2 ദിവസം നമ്മൾ എക്സ്ട്രാ ഷൂട്ട് ചെയ്താണ്. കാര്യം എന്താ വെച്ചാൽ ഈ സിനിമയുടെ ഇപ്പോൾ അഖില തന്നെയാണെങ്കിലും നമുക്കൊരു സിനിമയുടെ ഒരു ട്രെയിലർ കാണുമ്പോൾ ആ സിനിമയുടെ കംപ്ലീറ്റ് സ്വഭാവം കിട്ടും. ശരിയല്ലേ? ഇപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിന്റെ യാത്ര അത് എങ്ങോട്ടാണെന്നുള്ളത് ഏകദേശം അഖിലിന് ഇപ്പൊ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. ഇത്രയും ദൂരെ യാത്രയാണ് ഇവൻ ഇവിടുന്ന്, അത് എന്തിന്, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച്, അതാണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മൾ ആദ്യമേ വിട്ടാൽ, പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർ പറയുന്നത് ആടുജീവിതത്തിന്റെ കുറെ സ്കൂഫാണ്, ഇതെല്ലാം നമ്മൾ ആദ്യമേ വിട്ടാൽ നമ്മുടെ പ്രേക്ഷകർ നമുക്കറിയാലോ, അവരിതെല്ലാം ഈസി ഗസ്സാ. ഇത്തരം ഏരിയസ് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അവിടെ 2 അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ സംവിധായകൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയ തോട്ട് നമുക്ക് പിച്ച് ചെയ്യാം. ലിസ്റ്റിന് ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പം എൻ്റെ ഒരു ആദ്യ സിനിമയല്ലല്ലോ, 2ാമത്തെ സിനിമയല്ല. അപ്പം നമ്മളൊരു സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. ഇത് വിത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇപ്പോൾ ഓരോ ദിവസവും ഷൂട്ട് ചെയ്യേണ്ട കാര്യം അതത് സിനിമകളിലെ നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ ഇവനെ അറിഞ്ഞ് അതിൻ്റെ പെർമിഷൻ എടുത്ത് തന്നെയാണ്. കാരണം ഈ സിനിമകൾ ഇപ്പോൾ തിയേറ്ററിലാണ്. ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ OTT പ്ലാറ്റ്ഫോം, ഇത് ഞങ്ങൾ 1.25 വർഷം മുമ്പ് തുടങ്ങിയൊരു പ്രോസസ്സാണ്. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അന്നേരം OTT പ്ലാറ്റ്ഫോമുകളൊക്കെ മടുക്കുന്ന ഒരു സമയത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തു, അല്ലേ? അങ്ങനെയാണ് ഈ സിനിമ വലുതായി പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായിൽ ശരിക്കും ഓൾമോസ്റ്റ് ഒരു 55 ദിവസത്തോളം ഞങ്ങൾ ഷൂട്ട് ചെയ്തു. കാരണം അപ്പോൾ അതായത് ഞങ്ങൾ 20 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂറാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഫ്രീ ആയിട്ട് ഈവൻ ഇരിക്കുക. എന്നാൽ ഫ്രീ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറവുണ്ടോ? ഇല്ല. ഡിജായിട്ട് ഞാൻ വളരെ കംഫർട്ടബിളാണ്. ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, സൗഹൃദം വെക്കാറുണ്ട്, നല്ല ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത 2 വേറെ പടവും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കും, ഇത് ഏതാണ് ആദ്യം വരുന്നത് അങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ പല സംവിധായകരായിട്ട് തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്. ചിലപ്പം ഇത് ദൈർഘ്യം കൂട്ടി പോകുമ്പോഴത്തേനും ചിലപ്പോൾ ആ പ്രോജക്റ്റേ ക്യാൻസലായി പോകാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. നമ്മൾ ഷാഹി കൈലാസുമായിട്ട് വേറെ പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അരുൺ വർമ്മയായിട്ട് വേറെ പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പല സിനിമകൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് ബോബി സഞ്ജയുടെ 3-4 പടങ്ങൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷാരിസിൻ്റെ അടുത്ത പടം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൂടെ വരുന്നത് പോലെയാണല്ലോ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇതിന് മുമ്പ് ഷാരിസ് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തൊരു സിനിമയാണ്. അത് കഴിഞ്ഞപ്പോൾ ഡിജോയും അത് കേട്ടിട്ട് അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനത് നമുക്കെന്നാ അങ്ങനെയാണ് നീങ്ങുന്നത്. കാരണം ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, നാടുണ്ട്, കുറേ ആൾക്കാരുണ്ട്, ഇതിലൂടെ എല്ലാം ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു സിനിമ. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഒരു സംഭവം വേറൊരു ഒരു പ്ലേസാണ്. അപ്പോൾ ടോട്ടലി അപ്പം നിവിൻ എന്ന് പറയുന്ന ആക്ടറിലും ഇനി വേറൊരു ആർട്ടിസ്റ്റിലേക്ക് കൂടെ പോകുമ്പോൾ ഇതെങ്ങനെ വരുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒരു ഫുള്ളി ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്ത് ഉള്ളൂ അത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം എനിക്കും കൂടെ വിശ്വാസമുള്ളൊരു ഡയറക്ടറിലൂടെ ഉള്ളൂ ഇങ്ങനൊരു സബ്ജക്റ്റ് വരുമ്പോൾ അത് ട്രാവൽ ചെയ്യാനായിട്ട് ഈവൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഡിജോനെ പൂർണ്ണമായിട്ടും വിശ്വാസം ഉള്ളതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മളത് പോയത്. ഇപ്പോൾ നിവിൻ ചേട്ടൻ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്. അതിലിപ്പോൾ
ഇതിൻ്റെ പ്രൊമോഷൻ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇറങ്ങുന്നതിന് മുന്നെയാണ് ഇതിൻ്റെ പ്രൊമോ ടീസർ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ നിവിൻ ഈസ് ബാക്കിൻ്റെ പ്രഷർ ഇമ്പാക്റ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ ആ ടേം ആ പ്രൊമോയിൽ പ്ലേസ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് വൺസ് ഇത് ബാക്ക് ഫയർ ചെയ്ത ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം പാളാൻ ഭയങ്കര ചാൻസ് കൂടുതലല്ലേ? ഈ നിവിൻ ഈസ് ബാക്ക് ടേം എപ്പോഴെങ്കിലും ഭയങ്കര പ്രഷറായിട്ടുണ്ടോ, പ്രഷർ സിറ്റുവേഷൻ ആയിട്ടുണ്ടോ? നമ്മൾ അടുത്ത പടത്തിൽ അതിന് ഉപയോഗിക്കുമല്ലോ, നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞ അടുത്ത പടത്തിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇല്ലില്ല, അങ്ങനെ നിവിൻസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക് ഷോട്ടൊക്കെ കാണിക്കുമ്പോഴൊക്കെ അത് ഡിജോയുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, ചേട്ടാ ഇത് വേണോ എന്ന് ചോദിച്ചിരുന്നു. ബ്രോ അത് ബ്രോയുടെ പടമാണോ, അത് പ്രേക്ഷകർ അങ്ങനെ ഇഷ്ടപ്പെടും, ആൽപ്പറമ്പിൽ ഗോപിയുടെ ഒരു യാത്രയും സാധനം, അത് നിവിൻ പോളിയുടെ ഒരു സിനിമയാണ്, അപ്പോൾ അത് എനിക്ക് വിട്ടേക്ക്, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, അത് ഡിജോ പറഞ്ഞൊരു ഇതിൽ ചെയ്തതാണ്. അങ്ങനെ പ്രഷർ പരിപാടിയൊന്നുമില്ല, അത് കുറേ നാളായിട്ട് ഈ ബാക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രഷർ വിഷയങ്ങളൊന്നുമില്ല. പ്രീ റിലീസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിരുന്നു. കാരണം മറ്റേ കാറിലുള്ള നിങ്ങളുടെ ഇന്റർവ്യൂലൊക്കെ നിവിൻ ചേട്ടൻ പറയുന്നുണ്ടല്ലോ 6 പടങ്ങൾ പൊട്ടിയെന്ന് നീ അറിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയും സ്ട്രെസ് ഫ്രീ ആയ അവസ്ഥ ആണോ റിലീസിന് മുന്നേ? റിലീസിന് മുന്നേ എന്നുള്ള രീതിയിലല്ല, മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇത് നമ്മൾ മറ്റു പടം ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഇതിന്റെ എല്ലാ പ്രൊമോഷൻ പ്ലാനുകളും നടത്തിയത്. വർഷങ്ങൾക്ക് ശേഷത്തിന് മുമ്പായിരുന്നു ഇതെല്ലാം നടത്തിയത്. ഈവൻ ആ പ്രൊമോ സോങ് ഷൂട്ട് ചെയ്ത് വരെ അതിന്റെ തുടക്കം പറയുന്ന ഡയലോഗ്സ് ഉണ്ടല്ലോ, നീ എന്നെ കൊണ്ട് വിഗ് വെച്ച് അഭിനയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അതിന് മുന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ വർഷം ശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു അതേപോലെ തന്നെ നിങ്ങൾ അടുത്തത് ചെയ്തോ. പക്ഷെ ഇത് എല്ലാം പ്രീ ചെയ്ത് വെച്ചാൽ എനിക്ക് ഷൂട്ടിന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇതെല്ലാം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്തെല്ലാം വന്ന് റിലീസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ്, റിലീസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിലെ ക്യാരക്ടറും പ്രൊമോയിലെ ക്യാരക്ടറായിട്ട് സിമിലാരിറ്റി അതൊക്കെ അങ്ങനെ വന്നതാണ്. പൊതുവേ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന് ഇപ്പോൾ വർക്ക് കൊള്ളില്ല അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവുന്ന അവസ്ഥയും അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ രൂപം കൊണ്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പം അവിടെയാണ് ഇപ്പോൾ നിവിൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആദ്യമേ അതൊക്കെ അങ്ങനെ ചിന്തിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആകുമ്പോഴേ പിന്നെ അത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നിവിൻ ഒരിക്കലും സിനിമയുടെ ഇപ്പൊ ഒരു ദൈവം ഒന്നും അല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആരും അല്ലല്ലോ. ഇപ്പൊ പറഞ്ഞ മനസ്സിലായി, ഇപ്പൊ ഒരു ഡയറക്ടർ നിവിൻ എന്ന് പറഞ്ഞ എല്ലാ സിനിമകളെയും എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്, ഇപ്പൊ ഈ സിനിമയ്ക്ക് മറ്റു സിനിമകൾ ചെയ്യുന്ന പോലെ തന്നെ സമയമെടുത്ത് കഥ കേട്ട് തീരുമാനം എടുത്ത് അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമയും. പക്ഷെ നമ്മുടെ ജഡ്ജ്മെന്റ് എപ്പോഴും ശരിയാകത്തില്ലല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അതേ വെച്ചിട്ട് മാത്രമേ ഈവൻ ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ നിവിൻ അടുത്ത സിനിമകൾ ചെയ്യുന്നു, ഇതുപോലെ ഈ സിനിമ എങ്ങനെ കേൾക്കുന്നു, ഇപ്പോൾ എന്നാൽ ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് കേട്ടേക്കാം, കുറച്ചുകൂടെ എഫോർട്ട് എടുത്ത് കേട്ടേക്കാം, അങ്ങനെ ഒരു സംഭവം ഈവനില്ലല്ലോ. സിനിമകൾ വിജയങ്ങളും പരാജയങ്ങളും ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇപ്പൊ അല്ല, ഞാൻ ജസ്റ്റ് അതിനോട് ആഡ് ചെയ്യാം. നിവിൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫുൾ ചെയ്തിരുന്ന ഒരു ഹ്യൂമർ ഏരിയ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടാവും ഇത് എല്ലാ പടം ഹ്യൂമർ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവനും തോന്നിക്കാണും എന്നാൽ ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്യാം. പക്ഷെ അതിൽ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോൾ മൂത്തോനായാലും അങ്ങനെ പല പല സിനിമകളും ഗംഭീര സിനിമ ട്രൈ ചെയ്തു. പറയാൻ പറ്റില്ല. ഞാൻ തന്നെ നിവിനുമായിട്ട് പടം ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ നിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം നമ്മളൊക്കെ നിവിൻ്റെ സിനിമകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിലും ആ സിനിമകൾ നിവിൻ്റെ സിനിമകൾ എല്ലാം തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് രസിച്ചിട്ടിരുന്ന ഒരാളാണ്. നിവിൻ എന്തിനാണ് ആ ഫോർമാറ്റിൽ നിന്ന് മാറി വേറെ, അതിപ്പോൾ ഒരു 10 സിനിമ ചെയ്യുമ്പോൾ ഒരെണ്ണം ചെയ്യും, നോ പ്രോബ്ലം. ബാക്കി നിവിനെ ഇഷ്ടപ്പെടുന്ന രീതിയുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതാണ് നിവിനോട് സംസാരിക്കുന്നത്. ഇപ്പം വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഫോർമുല മാറ്റുന്നേ ഇല്ല, എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ എന്താണ് അത്, കാരണം ആ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റ് ബിസിനസ്സുകളുണ്ട്. ഇപ്പം നിവിൻ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അതായത് ഇതിനെ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ബിസിനസ് ഇതുണ്ട്, OTT ആയിക്കോട്ടെ, സാറ്റലൈറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിനെല്ലാം അടുത്ത പടങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ ബിസിനസ്സിന് പ്രശ്നങ്ങൾ ഇപ്പിന് വരും. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ നിവിൻ്റെ ഇപ്പോൾ ഒരു അവാർഡ് ടൈപ്പ് സിനിമകൾ 1-2 എണ്ണം കമ്മിറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതെന്നെ ബാധിക്കും. കാരണം അത് നിവിൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ഇപ്പിന് അറിയത്തില്ല. കാരണം ഒരു ഡയറക്ടർ, ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണല്ലോ ചിലപ്പോൾ പല സിനിമകളും സംഭവിക്കുന്നത്. ചിലപ്പം നോ പറയാൻ പറ്റത്തില്ലാത്ത ഒരാൾ ഇപ്പം നിവിൻ്റെ അടുത്ത്, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം വിനീത് ഒരു പക്ഷേ നിവിനോട് അത് പറഞ്ഞതുകൊണ്ടിട്ടായിരിക്കാം നിവിൻ ആ ക്യാരക്ടർ ചെയ്ത്. നേരെ മറിച്ച് ഒരു പുതിയ ഡയറക്ടർ ആണെങ്കിൽ നിവിൻ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ ആര് നമ്മുടെ അടുത്ത് ഒരു കാര്യം അവതരിപ്പിക്കുന്നു പറയുന്നു എന്നുള്ള പോലെ ഇരിക്കും. ചിലപ്പോൾ നിവിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചൊരു കഥ പറഞ്ഞ് ഓക്കെ ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഒരേ കഥ തന്നെ പല പ്രാവശ്യം നിവിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് മാറ്റിയും മറിച്ചും എല്ലാം പറഞ്ഞിട്ട് ഡിസിഷൻ എടുക്കാൻ താമസം ഉണ്ടാവും. സോ ഇതൊന്നും നമ്മുടെ കൈകളിലല്ലല്ലോ ഇപ്പോൾ ഇവനിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും രൂപ ഈ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡിജോ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ നാൾ ഇപ്പോൾ ഇവന് ഇരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്.
ഇപ്പോൾ നമ്മളൊരു ഈ ഇൻ്റർവ്യൂ നടത്തുന്നു, ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത്. ഓക്കെ, ഇത് മാക്സിമം സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാക്സിമം ആളുകളിലേക്ക് റീച്ച് ആവണമെന്നുള്ള ഇൻറ്റൻഷനോടെയാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെയുള്ള എത്രയോ പ്ലാറ്റ്ഫോം വെളിയിലുണ്ട് നമ്മളോട് ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് ഇഷ്ടംപോലെ വ്യൂവർഷിപ്പ് ഉള്ളതാണ്. അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ഒരു ഇതിന്. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ ചിലവർക്ക് കൂടുതൽ പ്രിഫറൻസ് ഇപ്പം ഇവന് കൊടുക്കുന്നത് എന്നതുപോലെയാണ്. എന്നാൽ ഈ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റീച്ച് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറയുന്ന ഏത് കണ്ടന്റാണ് അല്ലെ ഏത് കാര്യമാണ് കൂടുതൽ റീച്ച് ആകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതാണ്. ഇപ്പോൾ ലിസിൻ ചേട്ടൻ നേരത്തെ പറഞ്ഞു, ഈ വർഷങ്ങൾക്ക് ശേഷത്തെ ഈ നിതിൻ മോളി എന്നുള്ള ക്യാരക്ടർ, ഇത് വിനീതേട്ടൻ പറയുമ്പോൾ ഉള്ളൊരു കൺവിക്ഷൻ പോയിന്റ് എന്താ? ആദ്യം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഭയങ്കര ലൗഡായ, ഭയങ്കര കൈവിട്ട അവസ്ഥയിലേക്ക് അതൊരു മീറ്ററിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സ്ലാപ്സ്റ്റിക് ആയിട്ട് ആൾക്കാർക്ക് തോന്നും അത് കറക്റ്റ്, അല്ലെങ്കിൽ ഇത് ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു ഇത് തോന്നുമായിരുന്നു. അപ്പം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ ഇത് വർക്കാവുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൺ ക്യാമറ നമ്മൾ സംസാരിക്കുകയാണ്, ഇത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്, പക്ഷേ ഇത് വലിയ സ്ക്രീനിൽ ഓഡിയൻസ് കാണുകയാണ് ഇങ്ങനെ ഒരു ആക്ടർ സംസാരിക്കുന്നത്. അത് ഓഡിയൻസ് വേറെ രീതിയിൽ എടുക്കുമോ? അപ്പോൾ ആദ്യത്തെ കുറച്ച് ഡയലോഗ്സൊക്കെ വേറെ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഡയലോഗുകൾ പറയാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ വിനീതിനോട് പറഞ്ഞു. ഹോട്ടലിലെ അതെ അതെ അതെ, അതിൻ്റെ കുറച്ച് ഏരിയാസ്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റേജിൽ വരുന്നിടത്തും പറയുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പേഴ്സണലി കണ്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന കാരണങ്ങളാൽ എനിക്ക് ഇത്തരം പരിപാടികൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം വിനീത് മനസ്സിലായി അത് കറക്റ്റാണെന്ന് പറഞ്ഞു. വിനീത് മാറ്റി. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ശരിയോ വേണോ. പക്ഷേ വിനീത് നീ എന്നെ വിശ്വസിച്ച് നീ വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ പടങ്ങളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിനീതാണല്ലോ, അത് വിനീതായതുകൊണ്ട് മാത്രമാണ് ഞാനത് പടം ചെയ്തത്. വേറെ ആര് വന്ന് പറഞ്ഞാലും, എത്ര വലിയ ആൾ വന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യൂല. അത് ഓൺലി ബിക്കോസ് ഓഫ് വിനീത്. ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ തോട്ട് ഇപ്പോൾ നിവിൻ പോളി എന്ന ആക്ടറിലേക്ക് പോകുന്ന ഒരു മൊമെന്റ്, അത് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ടീസറിൽ കാണിച്ചൊരു മൊമെന്റ്. കുറേ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെ മാസില്ല ചോദിക്കുന്നത്, പിന്നെ ധ്യാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ എലമെന്റ്സ് ഉണ്ട്. ഇതിൽ ഈ റിയൽ ഇതിൽ ഈ തോട്ട് പറയുന്ന പ്രോസസ്സിൽ ഇതിന് എത്രത്തോളം ഉണ്ടാവും? ഇതിന് എത്രത്തോളമാണ് ഇപ്പൊ പ്രോമോയിൽ കാണിച്ചിട്ട് മൊത്തം ഒരു സ്ലാപ്സ്റ്റിക് സ്പൂഫ് എന്നുള്ള രീതിയിൽ പെർസ്പെക്റ്റീവ് ആണ്. ബാക്കിത്തെ എല്ലാ സാധനവും ഈ പറഞ്ഞ പോലെ നേരിട്ട് ഇപ്പൊ നിവിനായിട്ട് ഇപ്പൊ ജനഗണമനക്കേഷൻ സംസാരിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കഥ ഓൾറെഡി ഷാരിസ് എനിക്കൊന്ന് ലിസ്റ്റിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല, വേറെ ഒരു രീതിയിൽ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ഡിജോ വരുന്നതിന് മുന്നേ ലിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷാരിസ് എൻ്റെ അടുത്ത് ഒരു ദിവസം വളരെ ലൈറ്റായിട്ട് പറഞ്ഞതാണ്. പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, കാര്യം എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇറ്റ് ഇസ് ബിയോണ്ട് ബോർഡേഴ്സ് ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതെന്നെ ഹുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ നിവിനെ വിളിച്ച്, ഞാൻ ഷാരിസും കൂടെ ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഈ ക്യാറ്റ് ആൻഡ് മൗസ് സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നിവിൻ എൻജോയ് ചെയ്യും. ആ ഏരിയാസൊക്കെ ഭയങ്കര വർക്കായി. പിന്നെ അതിനുശേഷം ലിസ്റ്റിനുമായിട്ടിരുന്ന് നമ്മളത്, പിന്നെ ലിസ്റ്റിൻ നിവിനെയും വിളിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലോട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ പ്രോമോയിൽ കാണിച്ചതൊക്കെ വളരെ സ്ലാപ്സ്റ്റിക് പെർസ്പെക്റ്റീവ്, നേരിട്ട് ഭയങ്കര റിയലായിട്ട് നമ്മളതിൻ്റെ തോട്ട് മൊത്തം പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് റീഡിങ് എല്ലാം വളരെ ജെന്യൂൻ ആയിട്ടാണ്. ആ സമയത്തും ധ്യാൻ, ഈ മൽഘോഷ് എന്നുള്ള ക്യാരക്ടറൊക്കെ ധ്യാൻ എന്നുള്ളൊരു, അല്ല ആക്ച്വലി ആദ്യം പറയുമ്പോൾ ഇതൊരു ഗോപി മാത്രമാണ്, ഗോപിയുടെ ട്രാവൽ മാത്രമാണ് ഈ സിനിമ. അതാണ് ഈ സിനിമ ബേസിക്കലി. അവൻ്റെ യാത്ര, അവൻ കണ്ടുമുട്ടുന്ന ഓരോ എന്താ പറയുക ഹേർഡിൽസുമാണ് ഈ സിനിമ. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഗോപിനെ നമുക്ക് എത്രത്തോളം ലൈറ്റർ ആക്കണ ഒരു മൽഘോഷ് വേണം. മൽഘോഷാണ്, പിന്നെ നമ്മൾ ഫുൾ മൽഘോഷിലേക്ക് വെക്കുകയാണ്. അങ്ങനെ മൽഘോഷ് വന്നതിനപ്പോൾ ഇത് ആരാണെന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമ്മൾ ധ്യാനിലോട്ട് എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ധ്യാനാണ് പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട്. നിവിൻ പോളി ക്യാമിയോ ഇതിൽ വരുന്നുണ്ട്. ഈ സിനിമ വരുമ്പോൾ അത് സ്വാപ്പ് ആവുന്നുണ്ട് ചെറിയ രീതിയിലെങ്കിലും. ഇപ്പോൾ ധ്യാൻ എന്നുള്ളൊരു വ്യക്തി ഇപ്പോൾ ഒന്നിച്ച് അഭിനയിച്ച ഈ 2 സിനിമകളല്ല, അല്ലാതെ ഒരു കഥ കേൾക്കുമ്പോഴൊക്കെ അത്രയും എക്സൈറ്റിംഗ് ആയ ഒരു കഥ കേട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സിലൊക്കെ ധ്യാൻ ഉൾപ്പെടുന്നതാണോ? അല്ല, നമ്മളങ്ങനെ സ്ക്രിപ്റ്റൊന്നും അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കണം എന്ന ആവശ്യം, അങ്ങനെ ബന്ധം നിലനിർത്തേണ്ട ആവശ്യം ഞങ്ങൾ തമ്മിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവൻ ഇടയ്ക്ക് എന്തെങ്കിലും കഥ പറയാണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ചേട്ടാ ഒരു കഥയുണ്ട് വന്ന് പറയട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരും, നമ്മൾ കണ്ടിട്ട് സംസാരിക്കും. എന്തെങ്കിലും അല്ലാതെയുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നല്ലാതെ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇതല്ല ഞങ്ങൾ തമ്മിൽ. അത് ഹായ് ബൈ ഹലോ
അങ്ങനത്തെ ഈ പടത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ഇതാണ്. അതിൻ്റെ അകത്തൊരു വേറെ പരിപാടികളൊന്നും കൊണ്ടുവരാറില്ല. ഇതിന്റെ മലയാളി ഫ്രം ഇന്ത്യയുടെ തോട്ടൊക്കെ കഥ ധ്യാൻ കേട്ടതാണോ? കഥയൊക്കെ കഥ ആക്ച്വലി ധ്യാനോട് ജസ്റ്റ് പറഞ്ഞു. പിന്നെ ധ്യാനെ സംബന്ധിച്ചോളം അളിയ ഇതാണ് ഞാൻ എത്തിയിരിക്കും, ഇതാണ് ധ്യാൻ പറഞ്ഞത്. കാര്യം ധ്യാനം ചെയ്തിട്ടില്ല, അത് റിയലൈസ് ചെയ്തപ്പോഴാണ് ചെയ്യണം എന്ന് നമ്മളുടെ ആഗ്രഹം. നമ്മൾ വിചാരിച്ച ധ്യാനും നിവിനും ഓൾറെഡി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലേ നമ്മൾ ചിന്തിക്കുക ശരിക്കും. പക്ഷെ ധ്യാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് നിവിൻ നായകനാവുന്നത്. അപ്പൊ നമുക്ക് പക്ഷെ പൊതുവേ നമ്മളുടെ ഒരു തോട്ട് ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇല്ലാന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ധ്യാനെ വിളിച്ച് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ ഈ ആടുജീവിതം സ്പൂഫ് ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു കൺവിക്ഷൻ തന്നെ എഴുതിയതാണോ അതോ അത് അങ്ങനെ വന്നു പോയതാണോ? ആടുജീവിതമൊക്കെ ഇറങ്ങുന്നതിന് ഒരുപാട് മുന്നേ. അല്ല, ഒരു സെക്കൻഡ് അതുകൂടെ ഞാൻ, കാരണം ഇത് ഞങ്ങൾ നേരത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത സിനിമയാണ്. ആടുജീവിതത്തിന് ഞങ്ങൾ മുമ്പ് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ ആയിരുന്നു ഇത് ആക്ച്വലി. പക്ഷേ അതെ, ഫെബ്രുവരി 1-ാം തീയതി ഞങ്ങൾ ഡേറ്റ് എടുത്ത സിനിമയാണ് ആക്ച്വലി ഇത്. അപ്പോൾ ആടുജീവിതം മാർച്ച് 28 നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പടമാണ് ആടുജീവിതവും കൂടെ. അപ്പം അതിന് മുമ്പ് കൊണ്ടുപോയി ഇത് ചെയ്ത് കഴിയുമ്പോൾ വേറെ അത് ശരിയല്ല. അവരുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതെല്ലാമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പർപ്പസ്ഫുള്ളി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ARM എടുത്ത് വെച്ച ഡേറ്റാണ് മെയ് 1-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ARM വെച്ച ഡേറ്റിലേക്ക് നമുക്ക് ഈ സിനിമ പ്ലേസ് ചെയ്യാന്നുള്ള ഒരു ഇതിലൂടെയാണ് ഈ ഡേറ്റിലേക്ക് ഇപ്പോൾ ഇത് വന്നത്. അങ്ങനെയാണല്ലോ പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമല്ലോ. അപ്പം ഇപ്പോൾ ആടുജീവിതം കഴിഞ്ഞിട്ട് വന്ന സിനിമയായിപ്പോയി എന്നേ ഉള്ളൂ. ഞങ്ങൾ ഡേറ്റ് വൈസ് നേരത്തെ പ്ലാൻ ചെയ്ത സിനിമയാണ്. ഇതിൽ ധ്യാൻ ഫാക്ടർ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രീ റിലീസ്, ഇപ്പോൾ മാർക്കറ്റിങ്ങിന്, ഇപ്പോൾ പ്രസ് മീറ്റിലൊക്കെ നമ്മുടെ അവിടെ വന്ന കമൻറ്റ് ധ്യാനില്ലാത്ത പ്രസ് മീറ്റ് ഞങ്ങൾ ശക്തിയുക്തമായി ബഹിഷ്കരിക്കുമെന്നൊക്കെയാണ്. ഈ ധ്യാനെ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിലോ പ്രസ് മീറ്റിലോ കൊണ്ടുവന്ന ഈ കളക്ഷനിലും ഇതിലൊക്കെ അത് പ്രതിപാദിക്കുന്ന ഒരു എലമെന്റ് ആണല്ലോ. തീർച്ചയായിട്ടും ധ്യാനം വെച്ച് ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളിലൂടെ എല്ലാം വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഭയങ്കര ധ്യാനോടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു ഭയങ്കര ഹ്യൂമർ പരിപാടിയായിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഹൈപ്പ് ഉണ്ട്, നമ്മുടെ കണ്ടന്റുകളെല്ലാം അല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടീസർ നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ, അപ്പം നിങ്ങളിപ്പം ഈ സിനിമയുടെ കാര്യങ്ങൾ മാത്രമല്ലോ പലരും ഇൻ്റർവ്യൂവിൽ ചോദിക്കുക, വേറെ കുറേ കാര്യങ്ങളിൽ ഇപ്പം ചോദിക്കുമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇതൊരു വേറെ വിഷയത്തിലേക്ക് പോയി, പിന്നെ ഒരു ഭയങ്കര ഹ്യൂമറുള്ള പരിപാടിയിലേക്ക് തന്നെ പോയി. അങ്ങനെ വെച്ച് ഇപ്പം വരുമ്പോൾ ഈ പടത്തെ എല്ലാവരും തന്നെ ഭയങ്കര ഹ്യൂമർ സിനിമയാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനെ വന്ന കണ്ടവർക്ക് ഈ സിനിമ ഒരു കുറച്ച് സീരിയസ് ആണല്ലോ എന്ന് തോന്നി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത് എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഇന്നലെ തന്നെ രാത്രി അപ്പോൾ ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഈ സിനിമ തന്നെ ഇനി ക്ലിയറായിട്ട് ഓഡിയൻസിനോട് പറയണം എന്നുള്ളതുകൊണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രസ് മീറ്റുകളും കാര്യങ്ങളും ഓൺലൈൻ്റെ പ്രൊമോഷൻസൊക്കെ ഇപ്പോൾ ചെയ്യുന്നതിന് റീസൺ അതാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ ഓർത്ത് അയ്യോ ഇതെന്താണ്, നമ്മളത് ആദ്യമേ തന്നെ ഇത് സീരിയസ് പടാന്ന് പറയേണ്ടതായിരുന്നല്ലോ എന്ന് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നലെ PVRൽ 11 മണിക്കത്തെ രാത്രി 11 മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ പോയി. എല്ലാവരും സെക്കൻഡ് ഹാഫിലെ ഹ്യൂമറുകൾ ഫുൾ ചിരിയാണ്. ഇന്നലെ കവിതാ തിയേറ്ററിൽ രാത്രി 11:55 ആണ് ഷോ നടക്കുന്നത്. നിങ്ങൾക്കറിയാം 11:55 നടക്കുന്ന ഷോ തീരുന്നതെന്ന് പറയുന്നത് 3 മണിയാവും. 3 മണിക്കാവും. അല്ലല്ല സിനിമയുടെ. അപ്പം ഞാൻ പറയുന്നത് അപ്പം 3 മണിക്ക് ആ സിനിമ തീരുള്ളൂ. അപ്പം ആള് ഫുൾ ഹൗസായിട്ട് ഈ സിനിമ ആസ്വദിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ. ഇപ്പം നിവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ധ്യാൻ്റെ ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന മെസ്സേജുകൾ ആയിക്കോട്ടെ, ഈ സിനിമയ്ക്കിടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, സിനിമാക്കാരുടെ ഇടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ടേമുകളുണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും നോർമൽ ഓഡിയൻസിന്, നോർമൽ ഓഡിയൻസിന് ഇതൊന്നും പ്രശ്നമേ അല്ല. അപ്പം നമ്മൾ പോലും 10-30 സ്ക്രീനുകൾ റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പോലും എല്ലായിടത്തു നിന്നും ഇൻഫർമേഷൻ എടുക്കാനായിട്ടും അഭിപ്രായം ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഒരു തിയേറ്റർ നടത്തുന്ന ആളെന്നുള്ള രീതിയിൽ അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ കോഴിക്കോടുള്ള എൻ്റെ ഒരു തിയേറ്ററിൻ്റെ മാനേജർ വിളിച്ചു പറയാം, ലിസണറെ രാവിലെ ഒരു ഡിവൈഡർ ഒപ്പീനിയൻ പോലെ ഉണ്ടായിരുന്നു, ഇത് ഭയങ്കര ഹ്യൂമറാണെന്ന് പ്രതീക്ഷിച്ച് വന്നവർക്കൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇന്നലെ അതേ ആള് വൈകിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട്, അപ്പം രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ വൈകിട്ട് വന്നവർക്ക് മുതലെല്ലാം
പടം നല്ല സൂപ്പറാണ്, ഇത് ഒരു ഗംഭീര സിനിമയാണ് എന്നുള്ള, അത് മാജിക് ഫ്രെയിംസിനെ സാറേ നല്ലതായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഒരേ ആൾ തന്നെ അത് തിരുത്തി പറയുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കി തന്നതിന് ഈ ഡയറക്ടറാണ്. കാരണം ഞങ്ങൾ ആദ്യമേ തന്നെ ഇവൻ പറഞ്ഞതാണ് കുറച്ചും കൂടെ ഈ പടത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ വിട്ട എല്ലാ കണ്ടന്റുകളും ഭയങ്കര ഹിറ്റായിപ്പോയി. ഇപ്പം നിവിൻ്റെ ആദ്യത്തെ നിവിൻ ഈസ് ബാക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെ ഭയങ്കര ഹ്യൂമറായിട്ട്. പക്ഷെ അത് ബേസിക്കലി പടത്തിൽ നമ്മളെല്ലാത്തിലും പ്രോമോ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഈ ഏരിയാസ് ടെറൈനെ കാണിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞത് റിലീസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് ആദ്യമേ വിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ലാഗ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പൂഫ് ഫീൽ ചെയ്യും. ഇത് ആ ഒരു ഒഴുക്കിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ആദ്യം കാണേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ റിലീസൊക്കെ മെയ് 1 എനിക്ക് തോന്നുന്നു ഇതെല്ലാം നല്ലതിനാണ്. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർ, ഇപ്പൊ ഫാമിലി കാണുമ്പോൾ അവർക്ക് ഇതെല്ലാം ഫ്രഷാ, അവരിതൊന്നും അറിഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ വരുന്നത്. അതാണ് ഇപ്പോൾ വരുന്ന ക്രൗഡ്സും കാര്യങ്ങളും. ഒരു സിനിമയിൽ റിലീസ് ചെയ്യുന്ന കണ്ടന്റ്, ബിഫോർ റിലീസ് ചെയ്യുന്ന കണ്ടന്റ് ഒരു ഭയങ്കര ഹിറ്റായി കഴിയുമ്പോൾ അത് തിയേറ്ററിൽ സിനിമയ്ക്കുള്ളിൽ അതില്ലെങ്കിൽ ഭയങ്കര നിരാശരാകുന്ന ഓഡിയൻസ് കൂടെ ഇപ്പം ഇവനുണ്ട്. ഇപ്പോൾ ജനഗണമനയ്ക്കാണെങ്കിലും നമ്മൾ ചെയ്ത ഒരു ടീസർ ഭയങ്കര ഹിറ്റായിരുന്നു, അത് സിനിമയ്ക്കുള്ളിൽ ഇല്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ പറഞ്ഞിരുന്നുണ്ടോ? അതെ, കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ അത് ഈ കാണുന്നവർക്ക് മാത്രമാണല്ലോ അത് പെട്ടെന്ന് ഇപ്പം മനസ്സിലാക്കുന്നത്. ആ ഇന്റർവ്യൂ കേൾക്കുന്നവർക്ക് മാത്രമാണല്ലോ അത് മനസ്സിലാകാത്തത്. പക്ഷെ ഈ ടീസർ മാത്രം കണ്ടിട്ടുള്ളവർ അത് വേറെ ഒന്നാണല്ലോ ഇപ്പൊ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ പടത്തിന് ടീസർ കാണാത്ത പക്ഷെ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇതിന്റെ അകത്ത് എന്തോ ഒരു സീരിയസ് പരിപാടീസ് ഉണ്ട്. എന്നാൽ എന്താ പ്രോബ്ലം, ഇതിന്റെ അകത്ത് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ സീരിയസ് അല്ല, ഇതൊരു ഇമോഷണൽ പരിപാടിയാണ്. അപ്പൊ ഇറ്റ്സ് വെരി ടഫ് ടു ക്രാക്ക്. അതാണ് ഇതിന്റെ ആക്ച്വൽ പോയിന്റ്. ഫാമിലീസ് ഇത് അവരുടെ പരിപാടീസാണ്. ഈ പറഞ്ഞ പോലെ നിവിൻ ധ്യാൻ എക്സ്ട്രീം കോംബോ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതും പ്രതീക്ഷ വരുന്നവർക്ക് ഇതിൻ്റെ അത് നിവിൻ്റെ ഏരിയ ആണ്. ഇറ്റ്സ് എ വൺ മാൻ പരിപാടിയാണ് ഓവറോൾ. അജുവിന്റെ ആ കോംബോ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് നോക്കിയത്. അങ്ങനെയൊന്നുമല്ല, ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരാത്തൊരു കോമ്പിനേഷൻ. അപ്പൊ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സെയിം സാധനം ആലോചിക്കുക, നിവിൻ അജു ആണ് ഈ ബോർഡിങ്സിൽ വരുന്നെങ്കിൽ അവരുടെ ഫൺ എക്സ്പെക്ടേഷൻ ഒന്ന് ആലോചിക്കുക, ഭീകരം. ഇതിലിപ്പോ എന്താ വെച്ചാൽ ധ്യാൻ നിവിൻ ആയതുകൊണ്ട് ഓക്കെ കണ്ടിട്ടില്ല അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് അജു നിവിൻ ആണെങ്കിൽ കോമ്പിനേഷൻ തന്നെ ആലോചിക്കും. അതിപ്പോ ഈ പടത്തില് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരൊറ്റ സ്ഥലത്ത് ഒരു സാധനം, ഒരു ഫോട്ടോ ആണ് അവിടെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു. അതാ പറയാം, ഇത് സെക്കൻഡ് ഹാഫിന്റെ ട്രീറ്റ്മെന്റ് തന്നെ വേറെയാണ്. അപ്പൊ ഇതൊരു രണ്ട് രീതിയാണ്. ഇതിനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും വൃത്തിക്ക് പ്രസന്റ് ചെയ്യണം. നമുക്ക് അങ്ങനെ അഴിച്ചുവിട്ട് പ്രസന്റ് ചെയ്താൽ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്ന് ചോദിക്കും. ഇതിന്റെ കഥ എനിക്ക് അറിയാം, പിന്നെ എന്തുവാ ഇതിനൊരു വൺ ലൈൻ ത്രെഡേ ഉള്ളൂ, സിമ്പിൾ ത്രെഡാ. ആ ത്രെഡ് നമ്മൾ പുറത്ത് വിട്ടാൽ ഇതിൽ പിന്നെ വേറെ കഥയൊന്നുമില്ലല്ലോ, കണ്ടോണ്ടിരിക്കണം ഇത് തന്നെയല്ലേ കഥ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ പറഞ്ഞില്ലേ ഡിജോ 2 സിനിമയ്ക്ക് ശേഷം നിവിൻ ചേട്ടൻ്റെ അടുത്തൊരു കഥ ഒരു വൺ ലൈൻ പറഞ്ഞു വരുന്നപ്പോൾ നിവിൻ ചേട്ടൻ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലാണോ? കാരണം വ്യത്യസ്തമായൊരു ജോണറായിട്ടാണ് വരുന്നത്. ഈ ജനഗണമനയുടെ ഹാങ് ഓവറൊക്കെ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പടം എൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് സിനിമയാണ്. കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് മനസ്സിലായി. പിന്നെ ഇവരുടെ മുമ്പത്തെ 2 സിനിമകൾ കണ്ടിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അത് പറയപ്പെടുന്ന വിഷയവും ഇവൻ്റെ യാത്രയും എല്ലാം ഇത് നോർമൽ ഓഡിയൻസ്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവും എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ഇതിലേക്ക് ഇന്നാവുന്നത്. പിന്നെ കുറേ ചർച്ച ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളും ഇതെല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റാപ്പ് കിട്ടുമല്ലോ, ഓക്കെ ഇത് വർക്ക് ചെയ്താൽ ഓക്കെ ആണ്, നമ്മുടെ ഒരു മനസ്സിലൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുമല്ലോ, അതൊരു അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഒരു എനർജിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് അത്. ധ്യാൻ കോംബോവും ആ സമയത്ത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മുമ്പാണ്, ഒരുപാട് മുന്നേ. അതായത് ധ്യാൻ കോംബോ ഒക്കെ ആദ്യം കേൾക്കുമ്പോൾ എന്താണ്, ആദ്യം കഥ പറയുമ്പോൾ തന്നെ ഈ മൽഘോഷ് ധ്യാൻ നമ്മൾ ചർച്ച ചെയ്തെടുത്ത ഡിസിഷനാണത്. കോമ്പിനേഷൻ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, നമ്മൾ ഒരുമിച്ച് വന്നിട്ടില്ലടാ, അപ്പോൾ അത് ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും, എന്നാൽ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ പിടിക്കാം. പലരുടെയും നമ്മളങ്ങനെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇതൊരു വരാത്തൊരു സാധനം വേണമെന്ന് ഇവനൊരു ആഗ്രഹം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഇനി വരുന്ന ഒരു എക്സൈറ്റിംഗ് പ്രോജക്ട്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പള്ളിച്ചട്ടമ്പി ഉണ്ട്, ലാലേട്ടനായിട്ടൊരു പടം പറയുന്നുണ്ട്, ജനഗണമന 2, ഒരു ഹിന്ദി പടവും പറയുന്നുണ്ട്. ഇതിൽ ഏതായിരിക്കും ആദ്യം കമ്മിറ്റ് ചെയ്യുന്ന? ഏതായിരിക്കും? ഹിന്ദി പക്ഷേ നീ ഭാഷ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നുള്ളൂ.
ബാക്കിയെല്ലാം ഇവിടെ തന്നെ. ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, ആ, അതെ. അതിൽ പറയുന്നതാണ്. അത് താമസം എടുക്കും. അതും കുറെ നാൾ മുമ്പ് തുടങ്ങിയതാ. ഹിന്ദിക്ക് പോയി ഒത്തിരി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളതാണ്, പക്ഷെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ ഇത് നടക്കുന്നത്. പിന്നെ ഓർത്ത് അവിടെ ഭയങ്കര ഈസിയാണ്. ഹിന്ദിയിൽ ചെയ്യാൻ ഒരു ആലോചനയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അല്ല, അയ്യോ, അത് അങ്ങനെ മലയാളി അത് ലിസ്റ്റ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഹിന്ദി സിനിമകളാണ്. കാര്യം ഇതിൽ ഈ പറഞ്ഞ പോലെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടോൺ ഡൗൺ ചെയ്ത് മലയാളിയിൽ എത്തിച്ചത്. അപ്പൊ മലയാളിയുടെ ഒരു റെപ്രസെന്റേഷൻ ഇന്ത്യയിൽ ത്രൂ ഔട്ട്, പിന്നെ അറിയാലോ മറ്റൊരു രാജ്യത്തിന്റെ ഒരു പ്രതിനിധി അവിടെ നിന്ന് പറയുന്നതൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് അത് ശരിക്കും ഇവിടെ വന്ന ലോ പ്രൊഫൈലായ ഭയങ്കര ഗുണം ചെയ്യുന്നു നമ്മൾ വിശ്വസിച്ചു. ആൻഡ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഹിന്ദി ഒന്നും വർക്കാവില്ല, ഈ സാധനം നേരെ ടോൺ ഡൗൺ ചെയ്ത് ഇവിടെ പിടിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. പിന്നെ മറ്റു പ്രോജക്റ്റുകൾ എല്ലാം സംഭവിക്കട്ടെ, നന്നായി വരട്ടെ. ഹിന്ദിയിൽ പിന്നെ ഇവന്റെ അത്രയും പരിപാടികൾ നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് അവന് കംഫർട്ടബിൾ മലയാളം തന്നെയാണ്. ഈ സിനിമയുടെ റിലീസിന് തലേ ദിവസം ഈ റൈറ്റർ നിഷാദ് കോയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ കഥ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് പിന്നീട് റിമൂവ് ചെയ്യുകയും ചെയ്തു പുള്ളി. അതിൽ വീണ്ടും ഒരു കാര്യം വരുന്നത്, അത് ജോഷി എന്ന് വായിച്ചിരുന്നത് അല്ല, എനിക്ക് അതിലെ തീം മാത്രമാണ്, വേറെ കുറെ ഡീറ്റെയിലിംഗ് പറയുന്നുണ്ട്, അതൊന്നും സിമിലർ ആയിട്ട് തോന്നിയിട്ടില്ല. ഇത് തന്നെയാണ് സംവിധായകന്റെ ഒരു ടേക്ക് എന്തായിരിക്കും അതിൽ? സ്വാഭാവികമായിട്ടും അത് തന്നെയാണ്, അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നല്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് ആക്ച്വലി ദാറ്റ്സ് നോട്ട് ഫെയർ. സിനിമ ഇത് പറയേണ്ടത് തലേദിവസമാണോ എന്നുള്ളൊരു പോയിന്റ് എനിക്കത് ഭയങ്കരമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് എനിക്ക്. ഈ സിനിമ ഇതിപ്പോ ഇന്ന് മെയ് 1 ഇറങ്ങാൻ പോവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാമല്ലോ. ഇപ്പം ലിസ്റ്റിന് അവൈലബിൾ ആണ്, ലിസ്റ്റിനാണ് അതിന്റെ പ്രൊഡ്യൂസർ, ലിസ്റ്റിനായിട്ട് സംസാരിക്കാം. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഓപ്പണായിട്ട് സംസാരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇത് അവർക്ക് എഴുതി തലേ ദിവസം ഒരു പടം റിലീസിന് തലേ ദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം വരണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ എബി എന്ന് പറയുന്ന സിനിമയും വിമാനം എന്ന് പറയുന്ന ഒരുമിച്ച് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ കോർട്ടിൽ കേസ് പോയി, ഒരാൾ സക്സസ് ആയി, ഓക്കെ രണ്ടും സിമിലർ അല്ല, കഥ ആർക്കും ചിന്തിക്കാവുന്ന ഒന്നാണെന്നും പറഞ്ഞിട്ടാണ് കോടതി അതിനെ ഇത് വെച്ചത്. പക്ഷെ അതൊക്കെ എത്രയോ നാൾ മുമ്പ് ഈവൻ അറിഞ്ഞുകൊണ്ടിട്ടാണ്. ഇത് പടം റിലീസ് ചെയ്യുന്നതിന്റെ ജസ്റ്റ് തലേദിവസം വൈകിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊരു ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നതാണ്, നിവിനെ അറിയാവുന്നതാണ്, ഡിജോനെ പിവിനെ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് മീഡിയേറ്റേഴ്സിനെ വെക്കാലോ, ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ സംഘടനയുണ്ടല്ലോ അവിടെ വന്നിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫെഫ്കയിൽ പിവൻ ചെല്ലാം ഒരു പറഞ്ഞിട്ട്, അപ്പം നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം, എന്തെല്ലാം ഈവൻ ചോദിക്കാനൊരു കാര്യം. അഖിലിപ്പോ സിനിമ ചെയ്യാൻ നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ, അഖിലിനെ പോലെ എത്രയോ പേരുണ്ട്, ഞാനും നടന്നത്. നമ്മുടെ ഉള്ളിൽ എത്രയോ കഥകൾ വരുന്നുണ്ട്, ഇതിലൊക്കെ ഈ പറഞ്ഞ തീം ഉണ്ടാവില്ലേ. പക്ഷെ ദാറ്റ് ഇസ് ഡിഫറെന്റ്. നമുക്ക് എന്ന് കരുതി ആരാദ്യം ചെയ്യുന്നു അവിടെ. ഇപ്പൊ ഞാൻ ചെയ്തതാണ് ക്വീൻ, എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചങ്സ് ഓമറിന്റെ, ശരിയല്ലേ? ഇത് രണ്ടും ഒരേ പ്രമേയല്ലേ. മെക്കറാണ്, വേറൊരു സിനിമ ഉണ്ടായിരുന്നു മെക്കറാണി എന്ന് പറയുന്നത് അനൗൺസ് ചെയ്തു. എനിക്ക് കൃത്യമായിട്ട് അറിയാം 3 സിനിമകൾ പാരലി വന്നു വെച്ച് പ്രേക്ഷകരെല്ലാം എടുക്കും, പ്രേക്ഷകർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് മെയ് 1 പറഞ്ഞു കഴിയുമ്പോൾ തലേ ദിവസം അത് പറയുന്നത് അല്ല, അത് ഞങ്ങളുടെ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് നാളെ റിലീസ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, തലേദിവസം രാത്രിയിൽ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ്, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ പറയുകയാണ്. ഞാൻ പറയാം, അങ്ങനെയാണോ ഒരു സിനിമയിൽ അവനും ഇത്രയും പടങ്ങൾ ചെയ്ത ഒരു റൈറ്റർ അല്ലേ, എത്രയോ സിനിമകൾ ചെയ്ത ഒരു റൈറ്ററാണ്, ഇങ്ങനെയാണോ ഒരു കാര്യത്തിന് ഫേസ് ചെയ്യേണ്ടത്? ഭയങ്കര മോശമായിപ്പോയി. കാരണം ഞാൻ തന്നെ നമ്മുടെ അസോസിയേഷൻ ആയിക്കോട്ടെ, ഫെഫ്കയിലായിക്കോട്ടെ, ഇതെല്ലാം സംസാരിച്ചു, ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ടത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൂടെയാണോ അത് കുറിക്കേണ്ടത്? അല്ലല്ലോ. എത്രയോ ഇത് 1.25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്, ഇന്നോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത സാധനമല്ല, 1.25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. അതിന്റെ കഥയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുണ്ടെന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മളോട് വരുന്ന കഥകൾ കേട്ടല്ലേ പറ്റുള്ളൂ, റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ. ഇതിനൊരു ഒരു തിങ്കലേക്ക് വരാമല്ലോ. ഒരു പ്രണയകഥ എത്രയോ പേർക്ക് എഴുതാം. അപ്പോൾ നമ്മളൊരു അടുത്തൊരു സിമിലർ സാധനം കേൾക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ച് പറയും അത് ഇനി പറയണ്ട, കാരണം നമ്മൾ ഓൾറെഡി അങ്ങനത്തെ ഒരെണ്ണം കമ്മിറ്റഡ് ആണെന്നോ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സിനിമ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് തന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് അവരോട് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷേ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിത് മുഴുവൻ കേൾക്കണം, കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയും ഇത് കഥ മൊത്തം കേട്ടിട്ട് ഞാൻ വേറെ പടം കമ്മിറ്റ് ചെയ്തെന്ന് പറയും.
അപ്പോൾ ഞാനിപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ വരുന്ന ഒരു പടത്തിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു 3 കഥ ഇതേപോലെ വന്നു. നമ്മുടെ ഇതിന്റെ തന്നെ ബ്രോയ്ക്ക് ഒരു മുമ്പ് 3-4 കൊല്ലം മുമ്പ് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനെ ഇതുപോലത്തെ ഒരു കഥ പറഞ്ഞു. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, എടാ ഇതുപോലത്തെ ഒരു സാധനം ഞാൻ ചാക്കോച്ചൻ്റെ അടുത്ത് പറഞ്ഞൊരു ത്രെഡ്, ചാക്കോച്ചൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് 2 പേര് ഓൾറെഡി ഇങ്ങനത്തെ ഒന്ന് പറഞ്ഞു. ഇതെപ്പോഴും സംഭവിക്കുന്ന ഇൻഡസ്ട്രി. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അടുത്ത് ഞാനൊരു കഥ ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഇന്ന പോലെയാന്ന് പറഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞു, വർത്തമാനമായി നിർത്താൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതല്ലേ വേറെ ടൈപ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെ മുറിയിൽ വെച്ച കഥകൾ എഴുതുന്നത് നമുക്ക് എങ്ങനെയാണ് ഇവൻ അറിയാൻ പറ്റുന്നത്? പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല, പുള്ളിയുടെ കൂട്ടുള്ള ഒരു കഥയായിരിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പുള്ളി വിചാരിക്കാം, അതൊക്കെ റൈറ്റാണ്. പക്ഷേ ഇത്രയും നാളിതിനുണ്ടായിരുന്നു. അതൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയും സിനിമകൾ ചെയ്ത ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരാൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹത്തിനെ വിളിച്ച് പലരും സംസാരിച്ചു. അദ്ദേഹത്തിന് അത് തോന്നിയത് കൊണ്ടിട്ടാണ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തത്. പുറത്ത് എഴുതുന്നതിന് മുന്നേ ഒരു ഡിസ്കഷൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളായിട്ട്? ഈ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിൽ എഴുതുന്നതിന് മുന്നേ ഇങ്ങനെ ഈ കാരണം മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു പേരൊന്നും ഇടാതെയാണ് ആ പോസ്റ്റ് വരുന്നത്. നാളെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ കഥ പ്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഡിസ്കഷൻ. ഞാൻ ബേസിക്കലി ഞാൻ അറിയുന്നത്, ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിന് ഞാൻ രാജുവിനെ കാണാൻ പോയി. രാജുവിനെ കണ്ട് ബ്രോ തുടങ്ങുകയാണ്, അപ്പോൾ ജനഗണമന ഇനി അടുത്ത പടം ഇതാണ്, നിവിനും ലിസ്റ്റിനൊക്കെ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ രാജുവിനടുത്ത് കഥ പറഞ്ഞിട്ടാണ് രാജു പറഞ്ഞു, ഇത് ഞാൻ കേട്ടായിരുന്നല്ലോ, ഇത് രാജു കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ രാജു വിഷ് ചെയ്തു. അപ്പോൾ എന്നാ പറഞ്ഞത്, നമ്മൾ ഫെബ്രുവരി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും, അടുത്ത 10 ദിവസം കൂടെ ഉള്ളു, ശരി ചെയ്തു എന്നാണ് രാജു പറയുന്നത്. അപ്പം അതിനു മുന്നേ എനിക്ക് പക്ഷെ ഇത് വന്നിരിക്കുന്ന വേറെ പെർസ്പെക്റ്റീവിലാണ് അല്ലേ, വേറെ രാജു അല്ല. പക്ഷെ എൻ്റെ അടുത്ത് രാജു പറഞ്ഞു രാജു അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് രാജു ആയിരുന്നു രാജു എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അത് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇൻസൈറ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ചെയ്യാം. അപ്പം നമ്മൾ സിനിമ ചെയ്യും, അത് വളരെ കൃത്യമായിട്ട്. അത് ഇത്രയും നാളുണ്ടായിട്ട് അപ്പൊ ഞാൻ മാറ്റി വെക്കേണ്ടതല്ല, എൻ്റെ സിനിമയല്ലേ. കടുവ എന്ന് പറയുന്ന സിനിമ അങ്ങനെ കടുവ എന്ന് പറയുന്ന സിനിമ ഒരാൾക്ക് ചിന്തിക്കാമല്ലോ. ഒരു പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി അറിയാൻ ഉള്ളപ്പോൾ ആ ആളെ പറ്റി ആർക്ക് വേണമെങ്കിലും ചിന്തിച്ച് എഴുതാൻ പറ്റുമല്ലോ. കടുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് എത്ര നാൾ മുമ്പുള്ള ഫൈറ്റാണ്. ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു, ഡിസ്കഷൻ ആയിട്ട് വന്നു, അങ്ങനെയല്ല ഒരു കാര്യത്തെ ഇത് ചെയ്യുന്നത്. ഇത് ആ കാര്യത്തിൽ നിന്ന് തികച്ച് മോശമായി പോയി. അതും ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ. അതിൽ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വേറെ പലരും ചിന്തിക്കത്തില്ലേ, സെയിം ഇന്റർവ്യൂവിൽ ചോദിക്കത്തില്ലേ, സെയിം പോയിന്റ് ആണ്. കഥകൾ എന്തായാലും വരും, സിനിമ ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ക്വീൻ ഒമറിന്റെ ചങ്സു ആണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. എൻ്റെ ഫസ്റ്റ് പടം ക്വീനാണ്, മെക്കാനിക്കൽ ഒരു പെണ്ണ് വരും, ചങ്സു തന്നെ. പക്ഷെ സിനിമയുടെ രണ്ട് ഗതിയാണ്. അത് എൻ്റെയും ചിലപ്പോൾ ത്രെഡ് പലരും പറയുന്നുണ്ട്. നിവിൻ്റെ അടുത്ത് തന്നെ ഇതേ ത്രെഡ് തന്നെ പലരും പറഞ്ഞുണ്ട്. ഈ മലയാളി ഫ്രം ഇന്ത്യക്ക് ശേഷം ഏതായിരിക്കും നിവിൻ ചേട്ടൻ്റെ അപ്കമിങ് പ്രോജക്ട്സ്? ആക്ഷൻ ഹീറോ ബിജു 2 ഉണ്ട്, റാംസാറിന്റെ പ്രൊജക്ട് ഉണ്ട്. റിലീസ് റാംസാറിന്റെ സിനിമയായിരിക്കും. റിലീസ് റാംസാറിന്റെ 7 കടൽ 7 തമിഴിലായിരിക്കും റിലീസ്. മലയാളം ഏതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഡിയർ സ്റ്റുഡൻസ് അതും ഒരുപാട് കാലമായിട്ട്. ഡിയർ സ്റ്റുഡൻസ് ഇപ്പോൾ തുടങ്ങും, മെയ് ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും, ഷൂട്ട് തുടങ്ങാൻ. ഷൂട്ട് തുടങ്ങും. Thank you so much. Thank you.